നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങിയെന്നാണ്. നോം വന്നോണ്ടിരിക്കുവാണ്. വൺ മിസ്റ്റർ കുമാരക്കുറുപ്പ് വന്നിട്ടുണ്ടോ? അദ്ദേഹമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കണ. ആണോ? ഓക്കെ, നോമ എന്തായാലും വന്നൊന്ന് കാണട്ടെ. നിങ്ങളുടെ ഇല്ല ഒന്ന് കാണട്ടെ. ഇല്ല ഒന്ന് കാണട്ടെ ആദ്യം. സോമി എത്തിയായിരുന്നോ? ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓ, എത്താറായിരിക്കണം. ഓ, വാസ്തുപ്രകാരം നിങ്ങളുടെ വീടിരിക്കുന്ന വശം മൊത്തം മോശമാണല്ലോ ഉണ്ണിയെ. നോക്കട്ടെ നോക്കട്ടെ, നോമ എത്തിയിരിക്കണു. ഞാൻ ആദ്യം നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊന്ന് താഴോട്ട് വരാവോ? ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നം കാണുന്നു. ഇവിടെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരിക. കാരണം ഇവിടെ നിന്ന് തന്നെ തുടക്കം തന്നെ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. വണ്ടി നടന്നു വരാൻ ഭയങ്കര പാടാണ്. താഴെ ആരെങ്കിലും പോയായിരുന്നോ കൂറ്റി വിളിക്കാൻ? സ്വാമി എന്തായി? നേരെ നടക്കോ സ്വാമി? അതായത് മാമനമില്ലത്ത് ടോപ്പിടുന്ന പോലെ നിങ്ങളുടെ ഇല്ലത്തിന്റെ മുൻവശത്തുണ്ട്. അപ്പൊ നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരിക. ഇവിടത്തെ പരിഹാരം ഞാൻ പറഞ്ഞു തരാം. താഴോട്ട് വരിക. ഇല്ല ഇവിടെ മുഖ്യമായ പ്രശ്നം ഇവിടെയാണ്. കുഴപ്പമില്ല, ഇങ്ങോട്ട് വരിക. എന്നിട്ട് അങ്ങോട്ട് കേറാം. നോമ എന്തായാലും ഓടിപ്പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ട്. പരിഹാരം കണ്ടിട്ടേ പോകുന്നുള്ളൂ. എല്ലാത്തിനും പരിഹാരം കണ്ടിട്ടേ പോകുന്നുള്ളൂ. നോം സുമ്പത്രം കാണിക്കാതെ ഇറങ്ങി വരിക. അതെ, സന്ദർശിക്കാനല്ല, നിങ്ങളെ പരിഹാരത്തിന് വേണ്ടി വന്നിരിക്കണം. ഓ, താങ്ക് യു. എനിക്ക് വന്നില്ല. വൺ മിസ്റ്റർ സുകുമാരക്കുറുപ്പ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന്. ഈ ശുംഭന്റെ കൂടെ ഈ ഡ്രസ് ഒന്ന് അഴിക്കാൻ പറയൂ.
എല്ലാരും ഡ്രസ് അയക്കണം. എനിക്ക് അധികം ഞാൻ പറഞ്ഞില്ലേ, അധികം അലക്കുന്നത് എന്റെ മന്ത്രം ചൊല്ലുന്നതിന് ഭയങ്കര ബാധിക്കും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കുക. ഓക്കെ, അതായത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഗ്രഹത്തിന്റെ മൂലമറ്റം ശരിയല്ല. അതായത് ആ മല കണ്ടോ? ആ മലയിലാണ് വാനരന്മാരുടെ കുടി. ഓക്കെ, അപ്പം ദൈവീകമായിട്ടുള്ള മലയാണ് ആ കാണുന്നത്. അപ്പം ദൈവത്തിനെക്കാളും മുകളിൽ നിൽക്കുന്ന ഈ ഈ ഗ്രഹം നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. കാരണം ദൈവത്തെക്കാളും മുകളിലായിട്ട് വേറെ ഈ ലോകത്ത് വേറെ ആരും ഇല്ലല്ലോ. അതിനും മുകളിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹം നശിച്ചു പോവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ മാതാവും പിതാവും ഇല്ലാത്ത കുറെ ആൾക്കാരല്ലേ ഇവിടെ താമസിക്കുന്നേ. ആ അതെ. അല്ല, ഞാന് പരിഹാരത്തിനാണ് വന്നത്, അല്ലാതെ ഇതിനെ നശിപ്പിച്ച് കളയാനായിട്ട് വന്നതല്ല. പുള്ളിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ പുള്ളി വന്ന് പറയുമ്പോൾ എനിക്കതിന്റെ പരിഹാരമാണ് ഇവിടെ കാണേണ്ടത്. മനസ്സിലായില്ലേ? പുള്ളിക്കാരനെ എനിക്ക് നല്ലതുപോലെ അറിയാം. പുള്ളിക്കാരൻ ഇങ്ങനെ മോശപ്രവൃത്തി ഒന്നും കാണിക്കാത്ത ഒരു വ്യക്തിയാണെന്നും എനിക്ക് നോമിന്റെ ഇല്ലത്തിലുള്ള ഉണ്ണിയേക്കും അറിയാം. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇവിടത്തെ പ്രശ്നം. സ്റ്റാർട്ടിങ് തുടക്കം ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ആ മല ഇടിച്ചു പൊക്കണം. എവിടെന്ന് വന്നിരിക്കുന്നു ഈ മണ്ണുണ്ണീനെയൊക്കെ? എവിടെന്ന് പിടിച്ചോണ്ട് വന്നിരിക്കുന്നു? അതാണ് നോം പറഞ്ഞില്ലേ, വാ തുറക്കാൻ പാടില്ല. നോമിന്റെ മന്ത്രങ്ങൾ ശിവ എന്താ ഈ കേക്കണേ? ശുഭന്മാരെ കൊണ്ട് ആകെ ഇത്തിരി ബുദ്ധി വിവരം ഉള്ളത് ആ സുകുമാരക്കുറുപ്പിനാണേ. ഞാൻ പുള്ളിയായിട്ട് ഓ സുലൈമാനാണോ കണ്ണ് തുറന്ന് നോക്കുക. താങ്കളെ കുറിച്ച് ഒരു മിനിറ്റ്. ശുഭൻ വാഹ നടക്കിയ അടച്ചിരിക്കുന്നു. സുലൈമാനെ കുറിച്ച് പറഞ്ഞിരിക്കണോ? സുലൈമാനെ കുറിച്ച് ധാരാളം കേട്ടിരിക്കണു. സുകുമാരക്കുറിപ്പ് പറഞ്ഞിരിക്കണു താങ്കളിനെ കുറിച്ച്. താങ്കള് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ വേദിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാ നാറും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വരിക. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞാനാണ് ഇത്ര എത്തിച്ചേ. ആ കാര്യത്തില് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പുള്ളി പറയാറുണ്ട്. എനിക്ക് അത്യാവശ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കർപ്പൂരം കത്തിച്ച തീ വിളക്കുകൾ വേണം ഇവിടുന്ന്. ഞാനിപ്പോ ഇവിടുന്ന് മുകളിലോട്ട് നോക്കുന്ന നേരത്ത് പ്രശ്നങ്ങളുടെ കിടപ്പ് ഒരു പാമ്പിന്റെ രൂപത്തിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിരിയല്ല എടുക്കേണ്ടത്, പടക്കം. ഇത് ദീപാവലി അല്ല സുഹൃത്തെ. ഇവിടെ നോം പരിഹാരത്തിന് വന്നതാണ്. വിളക്ക്, അതായത് കർപ്പൂരം കത്തിച്ച സാധനം തന്നെ വേണം. അത് തന്നെ എടുക്ക. എല്ലാരും എടുക്ക. കയ്യില് പിടിക്ക. എന്താ സാധനം കൈ പിടിക്ക. ഇതെന്താ സാധനം? സോറി. നടയടി നല്ലതാണ്. എടുക്ക. എല്ലാരും എടുക്ക. ശുഭൻ, ദീപാവലി അല്ലേ? ശുഭന്മാർ എടുക്ക. ഈ കുടുംബത്തിൽ ഇത്ര ആൾക്കാരെ ഉള്ളോ? കുടുംബത്തില് കുറച്ചു പേർക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. നോക്കാൻ പറയുക. കാരണം ഇതൊരു പരിഹാരം ആയതുകൊണ്ട് മാക്സിമം എല്ലാരും ഉണ്ടെങ്കിലേ ഇത് പരിഹാരം കഴിച്ചു തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ?
നോം കാണുന്നു. നോമിന്റെ തൃക്കണ്ണിൽ തെളിയുന്നുണ്ട് പല കാര്യങ്ങളും. ഇതിന്റെ മെയിൻ ആൾ ആരാണ്? ഗാലറിന്റെ കയറിയാടാ. വാ വാ വാ. വരിക വരിക, എല്ലാരും വരിക. സ്വാമി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാമി ക്ഷമിക്കുക. ഇല്ല ഇല്ല ഇല്ല. നോമും ഇതിന്റെ പരിഹാരം കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അറിവില്ലായ്മ കൊണ്ട് ക്ഷമിക്കുക അങ്ങ്. ഇല്ല 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 ഇല്ല. നിങ്ങളുടെ ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായിരിക്കണം ശുംഭന്മാരാണെന്ന് മനസ്സിലായിരിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പുതിയൊരു അംഗമാണ് ഏതാണ്? ഇത്. കുഴപ്പമില്ല ക്ഷമ ചോദിച്ചു. കുഴപ്പമില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പുള്ളിയുടെ മുഖത്തെ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഹൈന്ദവ ആചാരത്തെ പറ്റി വലിയ അറിവൊന്നുമില്ല. പുള്ളിയുടെ വാ കോടിയിരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട്. വരിക സ്വാമി, പുതിയ പയ്യൻ. പുതിയ ആചാരങ്ങളായിട്ട് വലിയ പിടുത്തൊന്നുമില്ല. നിങ്ങൾ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരങ്ങളും തൊട്ടു തീണ്ടലുകളും പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നാം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? സ്വാമി, അതല്ല, ഓക്കെ. എനിക്ക് അറിവില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അതാണ് വേണ്ടത്. പെട്ടെന്ന് നടക്കുക. എന്താ ഇങ്ങനെ നടക്കണേ? മലക്ക് വളരെ തീരുണ്ടോ? അതെ അതെ. ഓ, നിക്ക. പ്രശ്നം തുടങ്ങിയിരിക്കുന്നു. നിക്ക, ബാക്കിലോട്ട് ഇറങ്ങ. എല്ലാരും ബാക്കിലോട്ട് ഇറങ്ങ. ഏയ് സുപ്പൻ, അത്രയും പോണ്ട. വരൂ. അതായത് നിങ്ങളില് ആരാണ് മെയിൻ ആയിട്ടുള്ള ആള്? നോമാണ്. ഇപ്പം നോമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ല. ആരാണ്? സുലൈമാൻ. പച്ചമുടി ഇങ്ങോട്ട് വരിക. വന്നു. ഓക്കെ, ഇവിടെ ആയിട്ടിരിക്കണം. ഇവിടെ ആയിട്ടൊന്ന് ഇരിക്കണം. ഇരിക്ക. ഇതില് ഈ ബന്ധങ്ങളിലൊന്നും ഏർപ്പെടാത്ത ആരാ ഉള്ള ഇതില്? ഈ മൂന്നെണ്ണത്തില് എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നു. പറയ, ആരാ ഉള്ള? ഓ, നോമ്പ് തന്നെ. ഓക്കെ, ഒരു തേങ്ങ എടുത്ത് കൈ പിടിക്ക. ഓക്കെ. അതായത് പുള്ളിയുടെ തലയിൽ അടിക്കുക. എന്നിട്ട് എന്റെ തലയിൽ അടിക്കാനല്ല പറഞ്ഞത്, നോമ്പ്. ഓ, ഒരു മിനിറ്റ്. കുഴപ്പമില്ല. പരിഹാരം തീർക്കണോ അതോ ആൾക്കാരെ കൊല്ലണോ താങ്കൾ? ഓക്കെ, പുള്ളി ഒന്ന് എണിക്ക. അവിടെ നിക്ക. ബാക്കിയുള്ളവര് താഴോട്ട് ഇറങ്ങ. ഇനി തേങ്ങ ഉടയ്ക്കൂ തലയില്. അടിക്ക, ചവിട്ടാനല്ല പറഞ്ഞിരിക്കണേ. വരിക. മതി. ഇതൊക്കെ നേർച്ചിട്ടതാണ്. വരിക എന്ന് പറയുമ്പം അച്ഛൻ വീട്ടിൽ കയറി പോകും പോലെ അല്ല. ആ വിളക്കെടുത്ത് കൈ പിടിക്ക. കോമഡിക്കാരനാണെന്ന് തോന്നുന്നു. വരിക. നമ്മുടെ പട്ടിക്കുട്ടന്മാര് കുറെ ദിവസമായല്ലേ? അതായത് സുകുമാരക്കുറുപ്പ് വിവാഹിതനാണോ അതോ അവിവാഹിതനാണോ? പെണ്ണുങ്ങളെ നോക്കി നടക്കുക. പക്ഷെ നിങ്ങളറിയാത്ത ഒരു കാര്യം നടന്നിരിക്കണു. പുള്ളിക്കൊരു ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ട്.
അങ്ങനെ വരാൻ കഴിയില്ല സ്വാമി. അത് സ്വാമിയെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന. സോമയല്ല, നോമിനറിയാം. നോമിന് ഈ ഭൂമിയിലും ആകാശത്തിന് കീഴെയുള്ള മണ്ണും നാടും എല്ലാം ജഗന്നാഥന് സ്വന്തമാണ്. അപ്പൊ സ്വാമിയുടെ പേര് അല്ല, ജഗന്നാഥനാ? ദേവതനുണ്ണിക്ക് സ്വന്തമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ഏത് ഇലയെന്ന് കഴിഞ്ഞാലും അറിയാൻ പറ്റും. നോമിന്റെ കൃഷ്ണമണിയിലൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്. നോമിന്റെ വാ നമുക്ക് നോമിന്റെ വാ തുറന്ന് അങ്ങൊന്ന് പറയാ വന്നിരുന്നെങ്കിൽ. പറയാ എന്താണ് ചോദിക്കാനുള്ളത്? സ്വാമി നടക്കുമ്പോ ഒരു മണിച്ചിരിക്കും. ആ, ആദ്യം താങ്കൾ പറയുന്ന എനിക്ക് വ്യക്തമാകുന്നില്ല. ആദ്യം ആ തൊണ്ട ഒന്ന് ശരിയാക്കുക. തൊണ്ടയിൽ ചെറിയ കിച്ചാണ് സ്വാമി. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുക, അതാണ് വേണ്ടിയത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ശരി. നോമിനെ കുറിച്ച് കേട്ടിട്ടില്ല. വാമന ഇല്ലത്തെ ദേവനുണ്ണി എന്ന് പറയുന്ന അതിപ്രശസ്തമായ മെന്റലിസ്റ്റ് നമ്പൂതിരിയെ കേട്ടിട്ടില്ല. ഇല്ല കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലയോ? ശുംഭന്മാർ എന്താ പറയാ, നമ്മളെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വരെ ഇറങ്ങിയിരിക്കണോ നാസയില്. മനസ്സിലായില്ലേ? നാസയുടെ ആർട്ടിക്കിളില് നോമിനെ കുറിച്ച് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? എന്താ ശിവ. എനിക്ക് പൊതുവെ സ്വാമി, ഞാൻ കണ്ടിട്ടുള്ള സ്വാമിമാരൊക്കെ ഭയങ്കര എനിക്ക് ആരും വിശ്വാസമില്ല. നിങ്ങൾ ആരും പറയുന്നത് നോമിനൊന്നും കേൾക്കാൻ പറ്റത്തില്ലോ സുഹൃത്തെ. എല്ലാരും സൗണ്ട് ഉച്ചത്തിൽ സംസാരിക്കുക. സ്വാമിമാരൊക്കെ ഉടായ്പാണ് സ്വാമി. അതുകൊണ്ട് എനിക്ക് പൊതുവെ ഈ വക കാര്യങ്ങളൊന്നും വിശ്വാസമില്ലെന്നേ. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഇവിടെ ഈ രേഖ കടന്ന് പോലെ സുഹൃത്തെ, പോലെ. യൂ, ഇത് നശിപ്പിച്ചിരിക്കണു. എന്താ ഈ കുട്ടികൾ കാട്ടണേ? ഈ മോശം തന്നെ. ഇത് കാരണം തന്നെയാണ് ഈ ഗ്രഹം നശിച്ചു പോണേ. പറഞ്ഞാ കേക്കില്ല. ഓക്കെ, നോം പറയുന്ന മന്ത്രം ചൊല്ലിയിട്ട് വേണം അകത്തോട്ട് കേറാൻ. ഓക്കെ, ആദ്യം ആ ദീപം അണയ്ക്കണം. ഊതിയേ അണയ്ക്കാവൂ. ശുംഭന്മാർ. ഇല്ല, അത് അങ്ങനെയല്ലേ അണയ്ക്കേണ്ടേ? ഊതി അണയ്ക്കുക നല്ലതുപോലെ. ഇത്രയും വലിയ ആളിക്കത്തുന്ന തീ ഊതി അണയ്ക്കാൻ നിങ്ങളുടേത് പ്രൊഫല്ലറൊന്നും അല്ലല്ലോ. വാ. ഓക്കെ, ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലണം. ഏതോ ഹസ്ത തതോ മന. തതോ മന ഏതോ ഹസ്ത. 3 പ്രാവശ്യം ചൊല്ലിയ. ഇരുന്നിട്ട് ചൊല്ലിയ. ശുംഭന്മാർ ഇരിക്ക. ഇരുന്നിട്ട് ചൊല്ലിയ. ചൊല്ലിയ. ഇതാരാ? താങ്കളുടെ ഇല്ല, കേക്കണില്ല. മന്ത്രം കറക്റ്റ് ചൊല്ലി. തതോമന യഥോ. ഇതിന്റെ നിങ്ങൾക്ക് ഇവിടത്തെ പ്രശ്നം മാറണമെങ്കിൽ എല്ലാരും ഒരുമിച്ച് പറയാ. നിങ്ങൾ ഈ പറയാ നല്ലതുപോലെ പറയാ. എല്ലാ പ്രശ്നങ്ങളും പോട്ടെ. പറയാ. ഓക്കെ, വരിക. മതി. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? വരിക. അല്ലല്ല, ഇതൊക്കെ ഒരു നിശ്ചയമല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവണ്ടേ? മനസ്സിലായില്ലേ? വരിക. ഇല്ലല്ല, പരുന്തിന് ഒരു പ്രശ്നമില്ല. അത് അവിടെ ഇരുന്നോട്ടെ. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അവിടെ ഇരിക്കണേല്?
അത് ഗരുഡനാണ്. ആ അതാണ് ഈ വരിക. ഹലോ ഹെൽപ്പ് ഇട്ടായിരുന്നോ? അയ്യോ. അഡ്മിൻ ഒന്ന് വന്നേ. ആരാണ്? ഞാനോ? ആരാണ് ഈ വരിക. ഹലോ ഹെൽപ്പ് ഇട്ടായിരുന്നോ? അയ്യോ. അഡ്മിൻ ഒന്ന് വന്നേ. ആരാണ്? ഞാനോ? ആരാണ്? ഹെൽപ്പിട്ടത് ആരാണ്? ആരോ ഹെൽപ്പ് ഇട്ടിരിക്കണു. വരിക ഇങ്ങട് വരിക. ആ കാറാണോ പ്രശ്നം? പ്രശ്നമാണല്ലോ ഉണ്ണി. അതല്ല, നോ അതൊന്നും അല്ല. നോം പറയുന്നത് ഈ ഗ്രഹത്തിനെ കുറിച്ചാണ്. കേട്ടോ സാറേ, കേട്ട്. ഗ്രഹത്തിനെ കുറിച്ചാണ്. നിക്ക്. ഓ പറയൂ. രാത്രിയാണോ? രാത്രിയാവോ? ഞാൻ രാത്രി ആവാൻ ചാൻസ്. വെയിറ്റ് ആക്കുക. ഇരിക്കുക അങ്ങട്. പോവല്ലേ ഈ ചുംബൻ. എന്താ ഇത്ര ധൃതി? പോവരുത്. പരിഹാരത്തിന് വേണ്ടിയത്. ഓക്കെ, വട്ടത്തിലിരിക്കുക. ഇവിടെ വട്ടത്തിലിരിക്കുക. പറയാ സുമൻ, എന്താ പറയണേ മനസ്സിലാകുന്നില്ല. ഇവിടെ വന്നിരിക്കുക. പറയാനുള്ളത് ഞാൻ പറഞ്ഞേക്കാം. ആ ഇരിക്കുക. താങ്കളുടെ കുണ്ടി കസേരയിലല്ലാതെ തറയിലിരിക്കില്ല. ആ ഇരിക്കുക. ഞാന് ശപിച്ചു വിടാൻ ചൂണ്ടാസുരനല്ല, ദേവനുണ്ണിയാണ്. ആ അതായത് ചൂണ്ടാസുരൻ ചൂണ്ടാസുരൻ എന്ന് പറയുന്ന സ്വാമിയാണത്. അതെ. ചൂണ്ടാസുരൻ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ഭസ്മമായി. സ്വാമി അത് ചൂണ്ടാസുരനല്ല, ഭസ്മാസുരൻ എന്നല്ലേ പറയണ്ടേ? അത് ഭസ്മാസുരനല്ല, ചൂണ്ടാസുരൻ. ഈ വിഷയത്തിൽ നമുക്കും കുറച്ച് കാര്യം അറിയാം സ്വാമി. ഓക്കെ, എന്നാ കുറിച്ച് പറയുക. പണ്ഡിതങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയാനുള്ള? ഒരു 5 പണ്ഡിതത്തെ കുറിച്ച് പറയുക. 5 പണ്ഡിതം. നോം താങ്കളിന് എന്തൊക്കെ അറിയാവുന്ന ഞാനൊന്ന് നിശ്ചയിക്കട്ടെ. പറയാ. നമ്മൾ അതല്ലല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നു. പറയാ. ഇല്ല, ഇനി പറഞ്ഞിട്ട് താങ്കൾ ഇവിടുന്ന് പോയാൽ മതി. നോമിന് അത് അറിയണം. നോമിനൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ താങ്കൾ അങ്ങനെ പറഞ്ഞത്. സ്വാമി അവന്റെ അടിയെന്ന് മാറിക്ക്. എന്തോ മനസ്സിലായില്ല. അവന്റെ അടിയെന്ന് മാറിക്കൊണ്ടാണ്. ആ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുകുമാരക്കുറുപ്പ് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പ്രശ്നത്തിലോട്ട് പോകുമെന്ന് ഞാൻ ഒരു മിനിറ്റ്, ഒരു ഡൗട്ട്. ചോദിക്കൂ. ഡൗട്ടുകൾ ചോദിക്കൂ. വേണം ഇതിന്റെ മണികിലുക്കം. അത് ഞാൻ ദൈവികമായിട്ട് നടക്കുന്നതല്ലേ, അപ്പൊ മണികിലുക്കം കാണും. ഒന്നെങ്കിൽ ആട്ടി നോക്കൂ. നോക്കണമെങ്കിൽ നോക്കാം. താങ്കൾ എന്തായി പറയണേ? ശിവ. ഓക്കെ, അപ്പൊ നോം വന്നിട്ട് ഒരു കാര്യം പറയും. അത് അതേപോലെ ചെയ്യണം. ഓക്കെ, ഇപ്പോഴല്ല. ഈ വീട്ടിനകത്ത്, ഈ ഗ്രഹത്തിനകത്ത് നമ്മളിപ്പോ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പലതും സംഭവിക്കാം. പ്രകൃതി തന്നെ കോപിച്ചേക്കാം. മനസ്സിലായില്ലേ? അതിനും വേണ്ടിയുള്ളൊരു മന്ത്രം എനിക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് അത് ഏറ്റെടുത്ത് ചെയ്തോണം. ഓക്കെ. വെയിറ്റ്. ഒരു മിനിറ്റ്. നോം ഡിസ്റ്റർബ്. നോം പറഞ്ഞിരുന്നു
അവൻ മന്ത്രിച്ചുകൊണ്ടിരിക്കുവാണ്. വെയിറ്റ് ഓക്കെ. ഏയ് ശുംഭന്മാർ ഓ പ്രാർത്ഥിക്ക. ഏയ് ശുംഭന്മാർ ഇതേപോലെ ചെയ്യ. എനിക്ക് ഏതായിരുന്നു ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവികമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്ന മന്ത്രം ഏറ്റു ചൊല്ലണം. ഓക്കെ. ശുംഭൻ, ബാക്കിൽ നിൽക്കുന്ന ശുംഭൻ ചെയ്യ. നമസ്കാരം. മന്ത്രം ചൊല്ലു. ഞാൻ പറയുന്ന മന്ത്രം കേൾക്കുന്നില്ല. ഓക്കെ, ചൊല്ലു. ശുക്ലാം ഭരതരം പറയാ. ശശിവർണം ചതുർഭുജം പ്രസന്നവദനേതായ സുകുമാരക്കുറുപ്പായ നമഃ. ഇതിന്റെ ഗ്രഹനാഥൻ സുകുമാരക്കുറുപ്പാണ്. അപ്പൊ അത് തന്നെ ചൊല്ലണം, ഇല്ലെങ്കിൽ ശുംഭൻ ഇതെല്ലാം പൊളിഞ്ഞ് താഴോട്ട് പോകും. സുലൈമാന്റെ കിണ്ടി വെക്ക. ഓക്കെ, ഏറ്റു ചൊല്ലുക. ശുക്ലാം വരദനം ശശിവർണം പ്രസന്ന വദനേ ദാന. ഓക്കെ. ഇനി സൂര്യൻ നോക്കി 2 കൈകളും പൊക്കി പിടിച്ചിട്ട് പറയ, ഇവിടത്തെ പ്രശ്നങ്ങളും ദുഷ്പ്രവർത്തികളും എല്ലാം മായ്ച്ചു തരണേ, അല്ലെ മായ്ച്ചു തരണേ. ദുഷ്പ്രവർത്തികളും മായ്ച്ചു തരണേ. ഈ വീട്ടിലെ ഗ്രഹനാഥനാകാൻ പറ്റണേ. ശുംഭൻ, എല്ലാരും ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആ കുഞ്ഞാട് അവിടെ നിന്നിട്ട് കാര്യം. ഓക്കെ, കൈ പൊക്കി ഇങ്ങനെ നിക്ക. എല്ലാരും നിക്ക. കൈ പൊക്കി നിക്ക. എന്നിട്ട് പറയാ, ഞാൻ പറഞ്ഞ കാര്യം പറയാ. ദുഷ്ടന്മാരെയും ദുഷ്പ്രവർത്തികളെയും മാച്ചു കളയണേ. സുലൈമാനെ വീട്ടിലെ ഗ്രഹനാഥനാക്കണേ. ഇനി വെക്കുന്ന ഓരോ അടിയും വെച്ചടി കയറ്റമായിരിക്കണേന്നും കൂടെ പറയാ. ഇനി വെക്കുന്ന ഓരോ അടിയും വെച്ചടി കയറ്റമായിരിക്കണേ. അങ്ങനെ തന്നെ പറഞ്ഞു കയറി പോവുക. പോട്ടെ. കയറ്റമായിരിക്കണേ. ഇനി വെക്കുന്ന ഓരോ അടിയും വെച്ചടി കയറ്റമായിരിക്കണേ. ഇനി വെക്കുന്ന ഓരോ അടിയും വെക്കുന്ന ഓരോ അടിയും വെച്ചടി കയറ്റമായിരിക്കണേ. ഇനി വെക്കുന്ന ഓരോ അടിയും വെച്ചടി കയറ്റമായിരിക്കണേ. ഓക്കെ, നിക്ക. കേരള നിക്ക. എന്താ ഇത്ര വെപ്രാളം ചുമ്മന്മാർ? ഇതൊക്കെ ഞാൻ ചെന്ന് നോക്കട്ടെ. ഇവിടുത്തെ ഗ്രഹത്തിന്റെ പൂട്ടൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. എടാ, നേരത്തെ ചെയ്തതിന്റെ സ്വിച്ച് ചെയ്താ? വേറൊരു സംഗതി നാം കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക. സ്വാമിയുടെ സംഗതി മര്യാദക്ക് കൊടുത്ത സംഗതി മാറി കിട്ടും. ഇല്ല, അതല്ല സുഹൃത്തെ. താങ്കൾ തോക്കിനകത്ത് കയറി ഉണ്ടയിട്ട് കറക്കി വെടിയേക്കല്ലേ. വെയിറ്റ് ആക്കുക. ഓൻ പറയട്ടെ. അതായത് നിങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ കുറച്ച് പേർ കേറിയിരിക്കുന്നു. പറയട്ടെ ശുംഭന്മാർ, വെയിറ്റാക്കു. ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കൂ. പറയാം, നോമെല്ലാം പറയാം. ഈ ഞാൻ പറഞ്ഞില്ലേ മൂലമറ്റം ശരിയല്ലാന്ന്. അതേപോലെ 4 കോർണറിലും മുട്ടകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. നോം ഒരു നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നു. കാരണം അതെ,
കാരണം ദുശകുനമാണ് വരാൻ പോകുന്നത്. കാരണം നാല് നാല് മൂലയിലും പ്രശ്നമാണ്. മുട്ടകളുടെ എണ്ണം കൂടുതലാണ്. പൊട്ടിച്ചളയാൻ പറ്റുമോ? പൊട്ടിച്ചു കളയാൻ ഇത് കോഴിമുട്ടയല്ല. ഇത് എങ്ങനെ ഇത് കുഴിച്ചിടും? ഇവിടെ മൊത്തം ഇതിട്ടേക്കൂല്ലേ മാർബിൾ? ശുംഭൻ താഴെയാണ്. 4 കോർണർ പറഞ്ഞു കഴിഞ്ഞാൽ അടിയിന്നാണ് തുടങ്ങുന്നത്, അല്ലാതെ മുകളിൽ നിന്നല്ല തുടങ്ങുന്നത്. ശുംഭത്തര അല്ലാതെ പറയില്ല അവന്. താഴെ ഇപ്പൊ പറഞ്ഞുതരാം, താങ്കൾ വരിക. നല്ലൊരു മഴയ്ക്കൊരു കോള് കാണുന്നു, കേറുക. ഓ, കരിമ്പൂച്ചനെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കണു. ഇത് തന്നെ ശകുനം. അല്ല, നമ്മൾ തെറ്റിയിരിക്കുന്നു. കരിമ്പൂച്ചയല്ല, അത് പുലിയ. ശുംഭന്മാർ, അത് കരിമ്പൂച്ചയാണ്. നിങ്ങളെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ആരാണ്? ഈ ഗ്രഹം പണിഞ്ഞതാരാ? ഈ ഗ്രഹം പണിഞ്ഞിരിക്കണതാരാ? ഏറ്റവും അടുത്തിട്ടുള്ള ആളാണ്. പോരുതേ വരിക. എന്താ ഇങ്ങനെ നിങ്ങൾ കാട്ടണേ? നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാൻ അങ്ങ് ദൂരെ മലയോരങ്ങളിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ എന്താ ഈ കാട്ടണേ? മൂലയില് മുട്ട കിട്ടിയില്ല സ്വാമി. മുട്ടയൊക്കെ ഞാൻ തരാം. ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാനല്ലോ. ഇവിടത്തെ പ്രശ്നം മാറാനുള്ള മുട്ടയല്ലേ അത്? വരിക. നോം പറയുന്നത് ഇത് പണിഞ്ഞ ആള് നല്ലതുപോലെ പണിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇത് പുലി എന്ന് പറഞ്ഞിട്ട് വച്ചിരിക്കുന്നത് കരിമ്പൂച്ചയാണ്. നമ്മളെ കുറുപ്പണ്ണനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിപ്പിച്ചത്. പക്ഷേ പുലിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളത് ബേസിക്കലി അവിടെ. പക്ഷേ പുള്ളിക്കാരൻ നല്ല കാര്യമായിട്ട് പണിഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണും. എങ്ങനെയായിരിക്കും സ്വാമി കള്ളം പറയാറില്ലെന്നല്ലേ പറഞ്ഞു? അപ്പൊ കരിപ്പുലി ആക്കിയതായിരിക്കും ശരിക്കും. നോമൊരു കാര്യം സ്വാമി, ഇതിന് എന്താ പ്രതിവിധി? പറയാം. എല്ലാത്തിനും പ്രതിവിധി ഉണ്ട്. ആദ്യം 2 അടി അല്ല 2 നമുക്ക് 2 കബഡി നടത്തണം. കബഡി എന്താ പറഞ്ഞ 2 അടിക്കണമെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, കബഡി നടത്തണം. കബഡി വരിക. സ്വാമി അടിക്കോ സ്വാമി? ഇല്ലല്ല, കബഡി ചുപ്പൻ കബഡി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ സ്വാമി അപ്പുറത്ത് കബഡി കളിക്കാം. ആ കബഡി അല്ല, മണ്ണുണ്ണി വരിക, ഇങ്ങോട്ട് വരിക. എന്താ ഈ കുട്ടികളെ കാര്യം? പ്രശ്നങ്ങൾ പരിഹാരത്തോടു കൂടി തന്നെ തീർക്കണം. മനസ്സിലായില്ലേ? വരിക. ഓക്കെ. അതായത് ഈ കുടുംബത്തിലെ പുതിയ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ ഇവിടെ? ആരാണ്? ഞാനുണ്ട്. താങ്കളാണോ? ഞാനാ പുതിയ അംഗം. ഓക്കെ. നിക്കറൂര നമ്മുടെ ആചാരത്തിന് എതിരാണ് പറയണ ഇങ്ങനെ കേക്ക. മണിയാണോ നോക്കട്ടെ. ഇറങ്ങ, വെള്ളത്തിലിറങ്ങ. ഇല്ല, ഈ വെള്ളത്തിൽ ഇറങ്ങ. സോമി, ഇതിന്റെ അകത്ത് ഫുള്ള് മീനാ സോമി. ഇത് ഫിഷ് ടാങ്കാ. അല്ല, കുഴപ്പമില്ല, ഇറങ്ങ. മത്സ്യങ്ങൾ വസിക്കുന്ന വെള്ളത്തിൽ വേണം ഇറങ്ങാൻ. മത്സ്യങ്ങൾ വസിക്കുന്ന വെള്ളത്തിൽ വേണം ഇറങ്ങാൻ. മത്സ്യങ്ങൾ വസിക്കുന്ന, തിന്നാനല്ല പറഞ്ഞത്. ഇറങ്ങ. കിടക്ക. ഇരിക്കാനല്ല പറഞ്ഞ, തങ്ങി കിടക്ക. ആ, ഇനി പറയേണ്ടതുണ്ട്. എന്താ പറയേണ്ടതുണ്ട്? ഹലോ,
സുഹൃത്തെ, അല്ല, ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ആ കിടന്നപ്പോ. താങ്കളെ ഇവിടെ കുളിപ്പിച്ച് കിടത്താനല്ല വന്നത്, പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നോമ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ. മത്സ്യമാംസാദികളെ ഇനി തൊടില്ലെന്നും സോമി, ഞാനാണോ പറയാ. പറയണ്ടേ അതോ? ഇല്ല, താങ്കളല്ലേ ഇവിടുത്തെ പുതിയ അംഗം തന്നെ പറയണം. അയ്യോ സോമി, ചതിക്കല്ലേ, എനിക്ക് അതില്ലെങ്കിൽ പറ്റത്തില്ല. ഇനി ഒരാഴ്ചത്തേക്ക് കഴിക്കണ്ട, ആ വായിൽ തൊടണ്ട, വാ തുറക്കണ്ട. മനസ്സിലായില്ലേ? പറയണ ചെയ്യ. പരിഹാരം വേണോ? നോം ആ പറയുന്ന ഇനി മത്സ്യമാംസാദികൾ തൊടില്ലെന്നും ഇനി മത്സ്യാഹാരങ്ങൾ തൊടില്ലെന്നും ഇനി ആരെ കണ്ടാലും നോം എല്ലാം ഒരുപോലെയാണ് എന്ന് വിചാരിച്ചു കൊള്ളാം. ഓക്കെ. ഇനി നല്ലതുപോലെ വെള്ളത്തിനെ പ്രാർത്ഥിച്ച് കയറുക. ആ വരിക. മതി. അവറാക്കി ചളാക്കണ്ട. വലിയ എന്താ പഴക്കൊലയൊക്കെ എടുത്ത് വലിയ. പ്രശ്നങ്ങൾ കൂടുതലാണ്. ഓക്കെ. പ്രശ്നങ്ങളുടെ തുടക്കത്തില് ഇപ്പം ഏകദേശം കുറച്ച് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. 100-ല് ഒരു 20% മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ വഴിയില് സോമി, അപ്പൊ ബാക്കി 80% അത്രയും 80% തീർക്കാനുണ്ട്. അത് ഈ ഗ്രഹത്തിനകത്താണ് ഞാൻ പ്രശ്നം. ബാക്കിയുള്ള പ്രശ്നം മനസ്സിലായില്ലേ? ഗ്രഹത്തിനകത്ത് ആരോ കിടന്ന് അടിക്കുന്നു നല്ലതുപോലെ. എങ്ങനെയാണ് ഫോൺ അടിക്കില്ല, ഇവിടെ ചെറിയൊരു പൂജാകർമ്മങ്ങൾ നടക്കുക. സാറേ ഇത് ഹലോ. ഹലോ. സാറേ